വാഹനപ്രേമികളെ കൊതിപ്പിച്ച യുവ സൂപ്പർ സ്റ്റാറുകളുടെ കാർ ഗ്യാരേജിലേക്ക് കസ്റ്റംസും പോലീസും കയറുന്നു. ഭൂട്ടാനിൽ നിന്നും ടാക്സ് വെട്ടിച്ചാണോ ഈ വിൻറ്റേജ് ആഡംബര വാഹനങ്ങൾ കേരളത്തിൽ എത്തിച്ചത് എന്നാണ് ഇപ്പോൾ അവർ അന്വേഷിക്കുന്നത്. വാഹനപ്രേമം ഒരു കുറ്റമല്ല, പക്ഷേ അതിന് പിന്നിൽ ടാക്സ് വെട്ടിപ്പും തട്ടിപ്പുമുണ്ടോ എന്നാണ് അറിയേണ്ടത്. എങ്ങനെയാണ് ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ ഇന്ത്യയിൽ എത്തിക്കുന്നത്? ജിഷ്ണു രവീന്ദ്രൻ തയ്യാറാക്കിയ ഒരു എക്സ്പ്ലെയിനർ നമുക്ക് ആദ്യം നോക്കാം. വാഹനപ്രേമികളായ എല്ലാവരും ഒരിക്കലെങ്കിലും കയറി ചെല്ലണമെന്ന് ആഗ്രഹിച്ച ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും ഗാരേജിലേക്ക് പോലീസും കസ്റ്റംസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ചാനൽ ക്യാമറകളുടെ അകമ്പടിയോടെ കയറി ചെന്നു. ഈ വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് ടാക്സ് വെട്ടിച്ച് ഇന്ത്യയിലേക്ക് എത്തിച്ചതാണോ എന്നാണ് കസ്റ്റംസ് അന്വേഷിക്കുന്നത്. വിന്റേജ് വാഹനപ്രേമികളുടെ ഇഷ്ടവാഹനമായ നിസാൻ പാട്രോളും ദുൽഖറിന്റെ ഗാരേജിലെ വെള്ള നിറമുള്ള ലാൻഡ് റോവർ ഡിഫൻഡർ പഴയ പതിപ്പും നടൻ അമിത് ചക്കാലക്കലിന്റെ വാഹനങ്ങളും കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്ത 36 വാഹനങ്ങളിൽ ഉൾപ്പെടും. ഭൂട്ടാനിൽ നിന്ന് ടാക്സ് വെട്ടിച്ച് 198 വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിയെന്നാണ് കസ്റ്റംസ് പുറത്തുവിടുന്ന വിവരം. എങ്ങനെയാണ് ഭൂട്ടാനിൽ നിന്നും വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നോക്കാം. ഭൂട്ടാനിലെ സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്ന വിന്റേജ് വാഹനങ്ങളും ആഡംബര വാഹനങ്ങളും കാലപ്പഴക്കത്തെ തുടർന്ന് പൊളിച്ചൊഴിവാക്കാൻ വേണ്ടി മാറ്റുമ്പോഴാണ് ഏജന്റുകൾ ഈ വാഹനങ്ങൾ വാങ്ങി ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. 15 വർഷം കഴിയുമ്പോഴാണ് ഇന്ത്യയിൽ ഒരു വാഹനം റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. എന്നാൽ ഭൂട്ടാനിൽ 10 വർഷം പൂർത്തിയാക്കിയ വാഹനങ്ങൾ സ്ക്രാപ്പ് ചെയ്യും. റീ രജിസ്റ്റർ ചെയ്യുന്നതിന് പകരം ഭൂട്ടാനിൽ വാഹനങ്ങൾ ഡീ രജിസ്റ്റർ ചെയ്യും. അതോടുകൂടി ഈ വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്നും എക്സിറ്റ് ചെയ്യുകയാണ്. ഭൂട്ടാനുമായി ഈ വണ്ടികൾക്ക് പിന്നീട് യാതൊരു ബന്ധവും ഉണ്ടാകില്ല. അത്തരത്തിൽ ഡീ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിലെത്തിക്കും. അവിടെ വെച്ചാണ് ഇന്ത്യൻ ഏജന്റുമാർ ഈ വാഹനങ്ങൾ വാങ്ങുന്നത്. ശേഷം പശ്ചിമ ബംഗാൾ നഗരമായ ജയ്ഗാവിൽ എത്തിക്കുന്ന വണ്ടികൾ പിന്നീട് ഹിമാചൽ പ്രദേശിൽ എത്തിച്ച് ഇന്ത്യൻ രജിസ്ട്രേഷൻ നടത്തിയാണ് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഭൂട്ടാൻ രേഖകളിൽ പൊളിക്കാനുള്ളത് എന്ന് രേഖപ്പെടുത്തിയ വണ്ടികളാണ് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. ജപ്പാൻ നിർമ്മിത വാഹനങ്ങൾക്കും മറ്റ് യൂറോപ്യൻ വാഹനങ്ങൾക്കും ഭൂട്ടാനിൽ വലിയ വിലക്കുറവാണ്. ഇന്ത്യയിൽ 1 കോടി രൂപ വില വരുന്ന വണ്ടികൾക്ക് ഭൂട്ടാനിൽ കേവലം 30 ലക്ഷം രൂപ മാത്രമേ ഉണ്ടാകൂ എന്നാണ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. നികുതി ഇനത്തിൽ അത്രയും വ്യത്യാസമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഭൂട്ടാനിൽ നിന്ന് എത്തിക്കുന്ന വാഹനങ്ങൾക്ക് ഇന്ത്യയിൽ ഡിമാൻഡ് കൂടുതലാണ്. കേന്ദ്ര സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഇത്തരത്തിൽ വാഹനം വാങ്ങിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നാഷണൽ TB ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ, സെൻട്രൽ സിൽക്ക് ബോർഡ് മെമ്പർ സെക്രട്ടറി എന്നിവർ വാഹനം വാങ്ങിയതായാണ് വിവരം. ഈ 2 വാഹനങ്ങളും ഇപ്പോൾ ബാംഗ്ലൂരിലാണ്. ഇന്ത്യയിൽ ഇതുവരെ എത്താത്ത വാഹനങ്ങളും ഇന്ന് പ്രൊഡക്ഷൻ ഇല്ലാത്ത വാഹനങ്ങളും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ യൂസ്ഡ് കാർ ഷോറൂമുകളെയാണ് ആശ്രയിക്കുന്നത്. അങ്ങനെ വാഹനം വാങ്ങുന്നവരിൽ ഭൂരിഭാഗം പേരും തന്റെ ആഗ്രഹം കൊണ്ടാണ് വാഹനങ്ങൾ സ്വന്തമാക്കുന്നത്. എന്നാൽ ഇതിനു പിന്നിൽ നികുതി വെട്ടിപ്പും തട്ടിപ്പും നടക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തു വരിക തന്നെ വേണം. താങ്ക് യു ജിഷ്ണു രവീന്ദ്രൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.